കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പുഡിംഗ് റെസിപ്പി ആട്ടോ. അതും ചൈന ഗ്രാസ് അഗരകർ ഒന്നും ഇല്ലാണ്ട് തന്നെ ഇങ്ങനെ ഒരു നല്ല പുഡിംഗ് ടെക്സ്ചറിൽ കിട്ടുന്ന റെസിപ്പിയാണ്. ഇത് ആന്ധ്രയിൽ ഒരു സ്പെഷ്യൽ സ്വീറ്റ് ആട്ടോ, ജുന്നു എന്ന് പറയണത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാവേ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ശർക്കരയ്ക്കകത്ത് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മെൽറ്റായി വരുമ്പോഴത്തേക്കും ഒരു പാത്രത്തിലേക്ക് നമ്മൾ ചതച്ച ഏലക്കയും കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ ടേസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഈ ശർക്കരയും കുരുമുളക് പൊടിയും ഏലക്കയൊക്കെ എടുക്കുന്നത്. ഇവിടെ ഞങ്ങളൊരു 750 ml പാലാട്ടും എടുക്കുന്നത്. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള ശർക്കരയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ബാക്കിയുള്ള കൂട്ടുകളൊക്കെ ചേർക്കാം കേട്ടോ. ഇവിടെയാണ് നമുക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത്. ഈ ഇൻഗ്രീഡിയൻറ്റ് ഇല്ലാണ്ട് ഒട്ടും പറ്റത്തില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ കൊളസ്ട്രോൾ മിൽക്കാണ്. എന്ന് വെച്ചാൽ ഈ പശു എരുമയൊക്കെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ 2-3 ദിവസത്തെ പാലില്ല, അതാട്ടോ. ഇത് ഞങ്ങൾ ഫ്രീസറിൽ വെച്ചിട്ടുകൊണ്ടാണ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത്. അല്ലാണ്ട് നോർമൽ മിൽക്ക് പോലെ തന്നെ ഇരിക്കും, നല്ല കട്ടി പാലാട്ടോ. അപ്പോൾ ഇത് കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത് ഞങ്ങളിവിടെ ഒരു 250 ml ആട്ടോ എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് നമ്മളൊരു 500 ml സാധാരണ പാല് ചേർത്തിട്ടുണ്ട്, എന്ന് വെച്ചാൽ നോർമൽ നമ്മുടെ മിൽക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ശർക്കര നല്ലോണം ഒന്ന് മെൽറ്റായി വന്നിട്ട് കുറച്ച് നേരം തണുക്കാൻ വെക്കണേ. ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യാവുള്ളൂ. ചിലപ്പോൾ നല്ല ചൂടോടെ മിക്സ് ചെയ്യുമ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് തണുത്തിട്ട് ഒന്ന് അരിച്ചിട്ട് ആ പാലിനകത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഏലക്ക ഇങ്ങനെ കിടക്കണ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആ പാലും കൂടി ഒന്നും കൂടി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിൽ വെക്കാവേ. അപ്പോൾ കുക്കറിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഇടുന്നുണ്ട് കേട്ടോ. അധികം വെള്ളമൊന്നും ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം ഇട്ടിട്ട് ആ പാത്രം അതിനകത്തേക്ക് വെച്ച് മേളിലൊരു മൂടി വെക്കാൻ പ്രത്യേകം നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ വെള്ളം ഒന്ന് ഇങ്ങനെ ബോയിലാവുമ്പോൾ ചിലപ്പോൾ മേളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്, അതിനകത്തേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മേളിലൊരു മൂടിയും കൂടി വെച്ചിട്ട് വേണം കുക്കർ ക്ലോസ് ചെയ്തിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നിടം വരെ കുക്ക് ചെയ്യണം കേട്ടോ. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് തണുത്തിട്ട് എടുക്കുമ്പോൾ വേണ്ട ഇങ്ങനെ നല്ലൊരു പുഡിങ്ങിൻ്റെ ടെക്സ്ചർ കിട്ടും കേട്ടോ. എടുത്ത് നോക്കുമ്പോൾ ഇത് നല്ല പാകത്തിൽ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ചൂടോടെ കഴിക്കണേക്കായാലും 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ കൊളസ്ട്രോൾ മിൽക്ക് കിട്ടുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമ്പൽസറി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. ഭയങ്കര ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ്. അതും അല്ലാണ്ട് ആ പാലിനകത്ത് കുറേ ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളൊരു പാലും കൂടി ആയതുകൊണ്ട് നിങ്ങൾ എന്തായാലും എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചൈന ഗ്രാസ് അഗരകർ ഒന്നും ഇല്ലാണ്ട് നല്ലൊരു പുഡിങ്ങിൻ്റെ ടെക്സ്ചർ കിട്ടും, നല്ല ടേസ്റ്റും കൂടിയാണ്.